ഞാൻ അബ്രഹാമിയ സന്തതിയാണ്, ഞാൻ അബ്രഹാമിയ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാണ്. എന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ അവസ്ഥകളെ മാറ്റുന്നൊരു കർത്താവുണ്ട്. എൻ്റെ ദൈവം എന്നെ സ്പർശിച്ചാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. പക്ഷേ യാക്കോബിനെ പോലെ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എടുത്തേ, 1-2. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹു സമ്പന്നനായിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 12-ാം അധ്യായത്തിൽ സർവശക്തനാകുന്ന ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വഴിയോര കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ ജീവിതം ദൈവവുമായി വളരെ ആഴമായി കണക്റ്റഡ് ആയിരുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന്റെ ശബ്ദത്തിനായി ചുവടുകൾ വെച്ച മനുഷ്യനായിരുന്നു അബ്രഹാം. അബ്രഹാം ഒരിക്കലും പണത്തെ സ്നേഹിച്ചിരുന്നില്ല, ദൈവത്തെ ആയിരുന്നു സ്നേഹിച്ചത്. അബ്രഹാം ഒരിക്കലും ഭൗതിക വിഷയങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല. അബ്രഹാം എപ്പോഴും എവിടെ അബ്രഹാം കൂടാരം അടിച്ചാലും ആ കൂടാരത്തോട് ചേർന്ന് ഒരു യാഗപീഠം പണിയുമായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാമിന്റെ വീട്ടിൽ മുറികൾ ചെറുതാണെങ്കിലും തന്റെ യാഗപീഠം ദൈവത്തിന്റെ അളവിനൊത്തവണ്ണമായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അബ്രഹാം പല വിഷയങ്ങളിലും പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, പല പ്രതിസന്ധികളും തന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ദൈവത്തെ സംശയിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. അബ്രഹാം ഒരിക്കലും തന്റെ ജീവിതത്തിൽ വെള്ളി ഉണ്ടാകട്ടെ, പൊന്നുണ്ടാകട്ടെ, ഞാൻ സമ്പന്നനാകട്ടെ എന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോട് അബ്രഹാം ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടിയിൽ നിന്ന മനുഷ്യനാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ കഴിയും, ദൈവത്തോട് ഉടമ്പടി ചെയ്ത് നിൽക്കുന്നവൻ, ദൈവവചനപ്രകാരം ജീവിക്കുന്നവൻ, ദൈവമുഖം അന്വേഷിക്കുന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. യഹോവ എന്റെ ഇടയനാകുന്നെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പുറം വെളിപ്പെടും, സ്വസ്ഥതയുള്ള വെള്ളം വെളിപ്പെടും, പ്രാണന് തണുപ്പുണ്ടാകും, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നിന്റെ തലയെ അവൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കും, ദീർഘായുസോടെ അവന്റെ ആലയത്തിൽ നീ വസിക്കും. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. അബ്രഹാമിനെ സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിച്ചു, ദൈവം അവനെ വർദ്ധിപ്പിച്ചു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് ആ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. ഇനി നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ആത്മികമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മെ എല്ലാവരെയും അബ്രഹാമിയ അനുഗ്രഹത്തിനകത്താണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതലിനെ അബ്രഹാമിയ അനുഗ്രഹവുമായി ഉടമ്പടിയുമായി ദൈവം കണക്ട് ചെയ്തത്? എന്തായിരുന്നു അതിന്റെ റീസൺ? ഗലാത്യർ 3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 3-ാം അധ്യായത്തിന്റെ 6, 7, 8, 9 വാക്യങ്ങളിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവീൻ. ഗലാത്യർ 3:7 പറയുന്നു, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവീൻ. വിശ്വാസികളെല്ലാം കൂടെ ഒരു ആമീൻ പറഞ്ഞേ. ഗലാത്യർ 3:7 പറയുന്നു, വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും, കണ്ടോ, നിന്നിൽ അബ്രഹാമെ, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇപ്പൊ എന്തിനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എന്നെയും നിങ്ങളെയും
ഈ അബ്രഹാമിയ ഉടമ്പടിയിൽ അബ്രഹാമിയ അനുഗ്രഹത്തിലേക്ക് ദൈവം കണക്ട് ചെയ്തത്. കാരണം എന്താണെന്നറിയാമോ? 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാമിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അബ്രഹാമിന് ദൈവം പ്രദാനം ചെയ്തു. 2, അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ഒരിക്കലും ഭൗതിക വിഷയങ്ങളുടെ പിറകിൽ പോയ മനുഷ്യനല്ല, പണത്തിന്റെ പുറകിൽ പോയ മനുഷ്യനല്ല, പ്രതാപങ്ങളുടെ പുറകിൽ പോയ മനുഷ്യനല്ല, ഭൗതിക അനുഗ്രഹങ്ങളെ നോക്കിയ മനുഷ്യനല്ല. ദൈവത്തെ മാത്രം നോക്കിയ മനുഷ്യൻ ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുമെന്ന് തെളിയിച്ചവനാണ്. Blessed be the name of the Lord. അങ്ങനെയാണെങ്കിൽ വാ തുറന്ന് പറയാമോ? വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഒന്നും വേണ്ട, നിങ്ങൾ ആ 9ാമത്തെ വാക്യം അങ്ങ് വായിച്ചാൽ മതി. വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ, അതാണ് അതിന്റെ സ്കെയിൽ. അബ്രഹാമിനെ പോലെ അതിന്റെ കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഗലാത്യർ 3 വന്നേ. നമ്മളിപ്പോ എടുത്ത 3:13-14 അവിടെ എഴുതിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. കുരിശ് എന്ന് പറയുന്നത് ശാപത്തിന്റെ അടയാളമാണ്. ശാപത്തിന്റെ അടയാളമായ മരക്കുരിശിനെ യേശു എടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, പഴയ നിയമ ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിൽ കിടന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടി? വായിക്കണം. എന്തിനു വേണ്ടി? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. യേശു ക്രിസ്തു മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും തന്റെ പരിശുദ്ധമായ രക്തം, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ചു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം എന്നെയും നിങ്ങളെയും അവന്റെ മക്കളും അവകാശികളുമാക്കി മാറ്റി. എന്തിനു വേണ്ടി? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അവകാശിയാകേണ്ടതിന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിയ അനുഗ്രഹം എന്നാ? അബ്രഹാമിന്റെ ഒപ്പമുണ്ടായിരുന്ന തന്റെ ദാസൻ പറഞ്ഞു, യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു എന്നാണ്. യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അവിടെ കൊണ്ടും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിൽ വെള്ളി, പൊന്ന്, ഈ വകയിലെല്ലാം അബ്രഹാം ബഹുസമ്പന്നനായി. ആൻഡ് ഏബ്രഹാം വാസ് വെരി റിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നേ. ദൈവത്തിന് അതിൽ പിണക്കമില്ല. അപ്പൊ നിങ്ങൾ പറയും, സമ്പത്തുള്ളവരാരും, ഞാൻ പറയട്ടെ, അനീതിയുടെ സമ്പത്തിനെ കുറിച്ചല്ല, അനീതിയെ കുറിച്ചല്ല പറയുന്നത്, ദൈവം അനുഗ്രഹിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. പുതിയ നിയമത്തിനകത്ത് യേശുക്രിസ്തു സ്വർഗത്തിൽ ഉണ്ടെന്ന് കൺഫേം ചെയ്തിരിക്കുന്ന ഒരാൾ അബ്രഹാമാണ്. കാരണം ധനവാന്റെയും ലാസറിന്റെയും ചരിത്രത്തിൽ ധനവാൻ മരിച്ച് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ലാസർ മരിച്ച് തന്റെ ആത്മാവിനെ ദൂതന്മാർ എവിടോട്ടാ കൊണ്ടുപോയെ? അബ്രഹാമിന്റെ മടിയിലേക്ക്. അതിനെ പറുദീസായുമായി നിത്യതയുമായി കണക്ട് ചെയ്യുകയാണ്. എങ്കിലും ആ പേരവിടെ പരാമർശിച്ചില്ലേ? സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും ദൈവമാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ അബ്രഹാമിയ അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികളുടെ മേൽ വരുന്നു. കാരണം വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ച് ദൈവം അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ഒന്ന് വായിക്കാമോ? ഇതൊന്ന് വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 51-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കി. വായിച്ചോ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും, യെശയ്യാ പ്രവചനം 51:1-2, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച്
വർദ്ധിപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്ക് അവനെ വിളിച്ച് ഞാൻ അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ദൈവത്തിന് വിഷയമല്ല, നിങ്ങളുടെ പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ എത്ര വലിയ തകർന്ന വ്യക്തിയാണെങ്കിലും അബ്രഹാമിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, ഇസഹാക്കിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ ചെരുപ്പില്ലാതെ പേഴ്സില്ലാതെ അയച്ചിട്ടും നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നിനും ഒരു കുറവും ഉണ്ടായില്ല കർത്താവേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞെങ്കിൽ ഒന്നിനും ഒരു കുറവും വരുത്താത്ത ദൈവം ജീവിക്കുന്നു. താങ്ക് യു ജീസസ്. അബ്രഹാമിയ സന്തതി, ലിസൺ, ആരെങ്കിലും ഒരു സൗഖ്യത്തിന് വേണ്ടിയോ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചാലും അബ്രഹാമിയ സന്തതി എല്ലാ വിടുതലുകൾക്കും അവകാശിയാണ്, അടിമയല്ല. ഒന്ന് പറഞ്ഞ്, ഞാൻ അവകാശിയാണ്, അടിമയല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ താൻ ശുശ്രൂഷിച്ചപ്പം പല വിടുതലുകളും പലർക്കും കൊടുത്തിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് 18 സംവത്സരം ഒട്ടും നിവരാൻ കഴിയാത്തൊരു കൂനയായ സ്ത്രീ പള്ളിക്കകത്തുണ്ടായിരുന്നു. 18 വർഷം ആ സ്ത്രീ പള്ളിക്കകത്തിരിക്കുമ്പോൾ ലൂക്കോസ് 13 ലൂക്കോസ് 13 16 വാക്യത്തിൽ യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലൂക്കോസ് 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അന്ന് ശബത്ത് ദിവസമായിരുന്നു, നിബന്ധനയുണ്ടായിരുന്നു രോഗികളെ സൗഖ്യമാക്കിക്കൂടെന്ന്, നിബന്ധനയുണ്ടായിരുന്നു ഒരു പ്രവൃത്തിയും ചെയ്തുകൂടെന്ന്. നിബന്ധനകളെ തകർത്ത് അവളുടെ ബന്ധനത്തെ യേശു അഴിച്ചു. പള്ളിക്കാരെല്ലാം കൂടെ ഇളകി ബഹളം ഉണ്ടാക്കി. നീ എന്ത് കാര്യം ഇവിടെ ചെയ്തേ? ഇന്ന് ശബത്ത് ദിവസം നീ എന്തിനിവളെ സൗഖ്യമാക്കിയെന്ന് ചോദിച്ചപ്പം 1000 ഉത്തരയില്ലായിരുന്നു. ഒറ്റ ഉത്തരമേ യേശു കൊടുത്തോളൂ, ഇവളും അബ്രഹാമിന്റെ മകളാകയാൽ. ഇവളും അബ്രഹാമിന്റെ മകളാകയാൽ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? എന്താ അതിന്റെ അർത്ഥം? അബ്രഹാമിന്റെ സന്തതി ബന്ധനത്തിൽ കിടക്കാനുള്ളതല്ല, അബ്രഹാമിന്റെ സന്തതി അടിമയല്ല, അവൻ സകല നന്മയ്ക്ക് ഉടമയാണ്. അങ്ങനെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ആരായിരിക്കുന്നു? അബ്രഹാമിയ സന്തതികൾ, വിശ്വാസികൾ അത്രേ. വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്. ആരാ അബ്രഹാമിയ സന്തതി? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, വിശ്വാസികൾ, ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കാരണം ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് 19 അധ്യായത്തിലെ സക്കായിയുടെ കാര്യം കിടക്കുന്നത്. അതിന്റെ 8 വാക്യത്തിൽ സക്കായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യേശുവിനോട്. കർത്താവെ, വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ പദം, കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് കൊടുക്കാം. അപ്പൊ ഈ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇവൻ അബ്രഹാമിയ സന്തതിയാണ്. അബ്രഹാമിയ സന്തതിയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ് ഗിവിങ്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതാ. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നാൽ, തന്റെ ദാസന്മാർ വന്നാലൊക്കെ അവരെ വീണ് നമസ്കരിക്കുമായിരുന്നു, അവരെ ഓണർ ചെയ്യുമായിരുന്നു. 2 വ്യക്തിത്വങ്ങൾ, ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു വലിയ കാളയെ അറുത്ത് പാചകം ചെയ്ത് അവരെ പോഷിപ്പിച്ചു, കൊടുക്കുമായിരുന്നു, ഭക്ഷണം കൊടുക്കുമായിരുന്നു, സ്നേഹം കൊടുക്കുമായിരുന്നു. ലോത്തെന്ന് പറയുന്ന തന്റെ സഹോദരി പുത്രൻ നല്ല നീരോട്ടമുള്ള സ്ഥലവും വസ്തുക്കളും എല്ലാം എഴുതിയെടുത്തു മാറ്റുമ്പോൾ, അബ്രഹാമിന് അത് അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കുമ്പോൾ അബ്രഹാം അവിടെയും പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു ചരട് പോലും വേണ്ട എന്ന്, എനിക്ക് നിന്റെ ഒന്നും വേണ്ട എന്ന്. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിയുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, അബ്രഹാമേ,
നീ എഴുന്നേറ്റ് തലപൊക്കി നോക്കുക, നീ കാണുന്ന സകല ഭൂമിയും നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ സന്തതിയുടെ സന്തതിക്കും ഞാൻ ശാശ്വതമായി കൊടുക്കൂന്ന് പറഞ്ഞു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഗിവിംഗ് എന്ന് പറയുന്നത് കൊടുക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുക, ദൈവത്തെക്കാൾ വലുതായിട്ടൊന്നും കാണാതിരിക്കുക. ഇതെല്ലാം അബ്രഹാമ്യ സന്തതികളുടെ പ്രത്യേകതയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീനെന്ന് ബൈബിളിൽ വാക്യം ഉണ്ടായതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി ആകുന്നില്ല. കൊടുക്കുക, ദൈവത്തെ മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനെ യാഗം കഴിക്കാൻ ചോദിക്കുമ്പോഴും താൻ ഏറ്റവും പ്രിയപ്പെടുന്നതിനെ പോലും ദൈവം ചോദിച്ചാൽ കൊടുക്കാൻ മനസ്സ് കാണിക്കുക. അവനാണ് അബ്രഹാമ്യ സന്തതി, അവനാണ് അബ്രഹാം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം എടുത്തേ. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്തേക്ക് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 3-ാം വാക്യം വായിക്കാവോ? അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. വെള്ളി, പൊന്ന് ഈ വകയിലെല്ലാം പുള്ളി ഭയങ്കര റിച്ച് ആയപ്പോഴും, ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടപ്പോഴും പുള്ളി എന്തു മുടക്കിയില്ല? ആരാധന മുടക്കിയില്ല. പുള്ളി ഇതിനെയൊന്നും അല്ല ശ്രദ്ധിച്ചത്, അതെല്ലാം പുള്ളിയുടെ പുറകെ വന്നുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, സമ്പത്തല്ല പ്രശ്നം, ആ സമ്പത്ത് ലഭിച്ചവന്റെ മനോഭാവമാണ് പ്രശ്നം. മറന്നു പോകരുത്, അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ്. ദൈവം നമ്മളെ എത്ര ഉയർത്തിയാലും, സാമ്പത്തികമായി ഉയർത്തിയാലും, ആത്മീകമായി ഉയർത്തിയാലും, ശുശ്രൂഷയിൽ ഉയർത്തിയാലും, എന്തെല്ലാം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നാലും ഒരിക്കലും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നമ്മുടെ ഉയർച്ചയിൽ മറക്കരുത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നമ്മുടെ ഉയർച്ചകളിൽ നാം ഒരിക്കലും മറന്നു പോകരുത്. ആ യാത്രയിലും അബ്രഹാം ദൈവത്തിന്, യഹോവയ്ക്ക് അവന്റെ നാമത്തിൽ അവൻ ആരാധന കഴിച്ചു. സ്തോത്രം. ആരാധന കഴിക്കുന്ന മാത്രമാണ്. അബ്രഹാമ്യ സന്തതികളെല്ലാം ശ്രദ്ധിച്ചോണം, അനുഗ്രഹിക്കപ്പെടാനുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണം. അബ്രഹാമ്യ സന്തതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്നതും കൊടുക്കുന്നതും ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുന്നതുമൊക്കെ. ജിജിപ്പാസ്റ്റേ, നമ്മളിപ്പോ വായിച്ചത് ഉൽപ്പത്തി 12 ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുന്നതല്ലേ? നിങ്ങൾ നോട്ട് ചെയ്തോണം ഈ പോയിന്റ്. ഉൽപ്പത്തി 12 ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാം കേൾക്കുന്നത്. ഉൽപ്പത്തി 13 ആ അനുഗ്രഹം നിവർത്തിക്കപ്പെട്ടത് നമ്മൾ കാണുന്നത്. ഇനി ഉൽപ്പത്തി 14 എടുത്തേ. ലഭ്യമായ അനുഗ്രഹങ്ങൾ, ലഭിച്ച നന്മകൾ നിലനിൽക്കുവാൻ ദൈവം തന്നെ അനുഗ്രഹിച്ചപ്പോൾ ആ നന്മകൾ നിലനിൽക്കാനും അതിലൊരു നിലവാരമുണ്ടാകാനും അബ്രഹാം എന്താ ചെയ്തേ? 14-ന്റെ 18, 19, 20 വാക്യങ്ങൾ വായിച്ചേ. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ഒന്നുമില്ലായ്മയിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിൽക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങൾ അവന് കൈമാറി. 13-ാം അധ്യായത്തിൽ ആ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കപ്പെട്ടത് നമ്മൾ വായിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തനിക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ, ഭൗതിക നന്മകൾ നിലനിൽക്കുവാനും ആ ഭൗതിക നന്മയോടുള്ള ബന്ധത്തിൽ അതും ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഉടമ്പടിയാക്കി മാറ്റുവാനും ഒരു യാഗമാക്കി തീർക്കുവാനും അബ്രഹാം എന്താ ചെയ്തത്? തന്റെ പുരോഹിതനായ ശാലേം രാജാവായ മൽക്കീസേദെക്കിന് അബ്രഹാം എന്തു കൊടുത്തു? തനിക്ക് ലഭിച്ച സകലത്തിലും, ശകലമല്ല, തനിക്ക് ലഭിച്ച സകലത്തിലും, വായി തുറന്ന് പറഞ്ഞേ, സകലത്തിലും. ആൻഡ് ഹി ഗേവ് ഹിം ടൈത്സ് ഓഫ് ഓൾ. തനിക്ക് ലഭിച്ച എല്ലാത്തിലും അബ്രഹാം ദശാംശം കൊടുത്തു.
ഈ സക്കായി എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, ഞാൻ അത് കൊടുക്കാം, ഇത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ തന്നെ, മാനസാന്തരപ്പെട്ടപ്പോ തന്നെ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമീയ സന്തതിയാകയാൽ ഇവന്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ വരുമ്പോ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. മടങ്ങി വരുന്ന അബ്രഹാമിനെ ആരനുഗ്രഹിച്ചു? മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ. മൽക്കീസേദെക്ക് എപ്പോഴും ആ പുരോഹിതൻ പിതാവായ ദൈവത്തിന് നിഴലായി നിൽക്കുന്ന പുരോഹിതനാണ്, രാജാവാണ്. മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ ഒരു കിങ് ആണ്. അപ്പോ ആ മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ അബ്രഹാമിനെ ബ്ലസ് ചെയ്തു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം നേരിട്ട് അനുഗ്രഹിച്ചവനെങ്കിലും അബ്രഹാമിന്റെ മീതെയുള്ള അബ്രഹാമിന്റെ പുരോഹിതന്റെ അനുഗ്രഹം അബ്രഹാമിനൊരു അനുഗ്രഹമായിരുന്നു. അവനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. എന്നിട്ട് അബ്രഹാം എന്ത് ചെയ്തു? അവന് സകലത്തിലും 10-1 കൊടുത്തു. ഇനി അടുത്ത വാക്യം വായിച്ചേ. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും, പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെ അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങൾ 10-1 കൊടുത്തുവല്ലോ. നിങ്ങൾ ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. നമ്മുടെ പിതാവായ അബ്രഹാം പോലും തനിക്ക് ലഭിച്ച നന്മകളിൽ, സാധനങ്ങളിൽ നിന്ന് 10-1 കൊടുത്തല്ലോ. 5-ാമത്തെ വാക്യം. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. ജനത്തിന്റെ കയ്യിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന് ദശാംശം വാങ്ങുവാൻ ദൈവത്തിൽ നിന്ന് കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കുടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരങ്ങളോടുകൂടെ ആകുന്നത്. വായിക്കാം. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശവും വാങ്ങി വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ ദശാംശം മേടിക്കുന്ന ശുശ്രൂഷകനായ ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തു. അപ്പൊ ലേവി എന്ത് കൊടുക്കുന്നു? ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. എല്ലാ ഫലത്തിനകത്തും ഒരു വിത്തുണ്ട്. ആ വിത്ത് ഭക്ഷിക്കാനുള്ളതല്ല, ആ വിത്ത് വിതയ്ക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ഇത് അബ്രഹാം ചെയ്തു. ഇനി ഈ അനുഗ്രഹം, ഇനി ലിസൺ, ഇതൊരു ഭയങ്കര ഒരു ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാ സഹോദരങ്ങളെ. വചനത്തിൽ നിന്ന് ഈ ബ്ലസ്സിങ്സ് ജനറേഷണൽ ബ്ലസ്സിങ്സ് ആകുവാൻ, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ, നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 12-13 വചനങ്ങളിൽ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഇസഹാക്കാരാണ്? അബ്രഹാമിന്റെ മകനാണ്. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ ആരെ അനുഗ്രഹിച്ചു? അബ്രഹാമിന്റെ സന്തതിയായ, തനിക്ക് ലഭിച്ചതിൽ നിന്ന് കൊടുക്കുവാൻ മനസ്സ് കാണിച്ച തന്റെ തലമുറയായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്കും കൊടുത്തു. ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട്. ഇസഹാക്കും ടൈറ്റ് ചെയ്തു, ഐസക്കും ടൈറ്റ് ചെയ്തു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. എനിക്ക് ആ പദം ഭയങ്കരമായ ചിന്തിപ്പിച്ചൊരു വേർഡാണ്. അവനെ ദൈവം വർദ്ധിപ്പിച്ച് മഹാധനവാനാക്കി തീർത്തു. ഇവിടെ ഒരു സത്യം ഞാൻ പറയാം. ഇസഹാക്ക് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. വാ തുറന്ന് പറയാമോ? വിതച്ചാലേ കൊയ്യാൻ പറ്റൂ.
വാ തുറന്ന് പറഞ്ഞ് വിതച്ചാലേ കൊയ്യാൻ പറ്റൂ. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടർത്ഥങ്ങൾ ഇതിനുണ്ട്. മത്തായി 6:26, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. മത്തായി 6:26 വായിച്ചോ. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല. വിതയ്ക്കാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? കൊയ്യുന്നില്ല. കൊയ്യാത്ത കാര്യം കൊണ്ട് അവർക്ക് എന്തില്ല? കളപ്പുരയില്ല. കളപ്പുരയില്ലാത്തത് കൊണ്ട് എന്തു പറ്റുന്നില്ല? ഒന്നും കൂട്ടി വെക്കാനും ഇല്ല. ഇത് രണ്ടർത്ഥത്തിൽ ഞാൻ പറയുന്നു. ഒന്നാമത്തെ അർത്ഥം, സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് ഏതൊരു സാഹചര്യത്തിലും നമ്മളെ പുലർത്തുവാൻ മതിയായവനാണ്. ഏതൊരവസ്ഥയിലും നമ്മളെ അത്ഭുതകരമായി നടത്തുവാൻ കഴിവുള്ളവനാണ്. എന്നാൽ മറ്റൊരർത്ഥം മറുഭാഗത്തുനിന്ന് പറയാം, വിതയ്ക്കുന്നവർക്കേ കൊയ്യാൻ കഴിയുകയുള്ളൂ, കൊയ്യുന്നവനെ കളപ്പുര ഉണ്ടാകുകയുള്ളൂ, കളപ്പുരയുള്ളവനെ കൂട്ടിവെക്കാൻ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് കൂട്ടിവെക്കാനും എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ, കളപ്പുരകൾ ഉണ്ടാകണമെങ്കിൽ, കൊയ്യുവാൻ കഴിയണമെങ്കിൽ വിതയ്ക്കുവാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ദൈവം തന്നത്, ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് വിതയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. വിതയ്ക്കുന്നവർ മാത്രമേ കൊയ്യത്തുള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ഞാൻ അത് നിർത്തിയിട്ട് അബ്രഹാമിന്റെ കൊച്ചുമകനിലേക്ക് പോകാം. ആരാ? യാക്കോബ്. കൊച്ചുനാളിലെ ഉദരത്തിൽ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ കുഴപ്പം കാണിച്ച ആളാ. പക്ഷേ അങ്ങനെ ജീവിച്ച ആ യാക്കോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. തന്റെ കൃഷികളും തന്റെ നന്മകളും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുമ്പോഴും, തന്റെ ആടുകൾ ചനയേൽക്കാതിരിക്കുമ്പോഴും, തന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും, വീടും നാടും ഒക്കെ വിട്ട് താൻ യാത്ര ചെയ്യുമ്പോഴും തനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. തന്റെ അപ്പനും തന്റെ വല്യപ്പനും ചെയ്തൊരു കാര്യം. അത് ദൈവം അവനെ അതിലേക്ക് കൊണ്ടുവന്നു. എവിടെയാ കൊണ്ടുവന്നേ? ഉൽപ്പത്തി 28 എടുത്തേ. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്ക കൊണ്ട് അവിടെ പാർത്തു. ഒരു കല്ല് തലയണയായിട്ട് എടുത്തു വെച്ച് അവിടെ കിടന്നുറങ്ങി, നന്നായിട്ട് കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ താൻ ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേടി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്റെ മേളിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച യാക്കോബ് കണ്ടു. അപ്പോൾ അതിന്റെ മീതെ നിന്നുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പിതാവായ, കണ്ടോ, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിന്റെ അപ്പന്റെയും വല്യപ്പന്റെയും ദൈവമാണ്. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ദൈവത്തിന്റെ ആലോചന ദൈവം ആ സ്വപ്നത്തിലൂടെ അറിയിച്ചപ്പോൾ അതിന്റെ സ്തോത്രം താഴോട്ടുള്ള ഭാഗങ്ങളൊന്ന് വായിക്കാമോ? ഈ സ്ഥലം യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. എന്താണ് യാക്കോബ് ആ സമയത്ത് എടുത്ത തീരുമാനം? വായിച്ചോ. ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന്. കണ്ടോ, അപ്പനും വല്യപ്പനും പ്രമാണിച്ചിരുന്ന പ്രമാണത്തിലേക്ക് അബ്രഹാമിന്റെ കൊച്ചുമകനെ ദൈവം കൊണ്ടുവന്ന കണ്ടോ. കാരണം അപ്പൻ അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങനെയാ, വല്യപ്പൻ അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങനെയാ. അപ്പനും വല്യപ്പനും അനുഗ്രഹിക്കപ്പെട്ടത് ആ നിലകളിലാണെങ്കിൽ കൊച്ചുമോനെ നീയും അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാ. അതുകൊണ്ട് ആ സ്വപ്നം താൻ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞ് സ്തോത്രം 22-ാമത്തെ വാക്യത്തിൽ ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. ഈ സമയം താൻ ഈ തീരുമാനം എടുക്കുമ്പോൾ
കർത്താവെ, നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ ഇനി മുതൽ ടൈത്ത് കൊടുത്തു തുടങ്ങും എന്ന് യാക്കോബ് തീരുമാനം എടുക്കുമ്പോൾ ഭയങ്കര പ്രതിസന്ധിയിലാണ് പുള്ളി നിൽക്കുന്നത്. കല്ല് തലയണയായി വെച്ച് വീടും നാടും എല്ലാം വിട്ടു വന്ന് കിടന്ന് രാത്രി ഉറങ്ങി. ആ സ്വപ്നത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി. അവിടെ വെച്ച് തന്നെ തീരുമാനം എടുക്കുകയാണ്. അതൊരു തീരുമാനമാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ മേളിലാണ് ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ തീരുമാനം വേറൊരാളല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ തീരുമാനം ഒരു പാസ്റ്ററോ ഒരു ബ്രദറോ ദൈവമല്ല എടുക്കുന്നത്. ആ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെടുത്ത തീരുമാനത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കും. യാക്കോബ് ഒരു തീരുമാനം എടുത്തു. ദൈവം എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദശാംശം മാറ്റിവെച്ച് ദൈവത്തിന് കൊടുക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 28-ാം അധ്യായത്തിൽ പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്ത യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 41, 42, 43 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തത് ലാബാനും ബലമുള്ളത് യാക്കോബിനുമായി തീർന്നു. യാക്കോബിന്റെ മൃഗങ്ങൾ, ആടുകൾ ബലമുള്ളതായി. പുറകോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതല്ലായിരുന്നു ചരിത്രം. തൻ്റെ ആടുകൾ ഒന്നും ചനയേൽക്കില്ലായിരുന്നു. തൻ്റെ ആടുകൾക്കൊന്നും പാലില്ലായിരുന്നു. തൻ്റെ ആടുകളെല്ലാം മെലിഞ്ഞിരുന്നു. തൻ്റെ ആടുകളെയും കൊണ്ട് തനിക്കൊരു പ്രയോജനമില്ലായിരുന്നു. വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നാൽ 42-ാമത്തെ വാക്യത്തിൽ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ്, ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. ദൈവം ചരിത്രത്തെ, സംഗതികളെ തിരിച്ചു മറിച്ചു ഒരൊറ്റ തീരുമാനത്തിന്റെ മുൻപിൽ. 43-ാമത്തെ വാക്യം എന്നെ അതിശയിപ്പിച്ചു. അവൻ മഹാസമ്പന്നനായി. അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതയും ഉണ്ടായി. And the man increased exceedingly and had much cattle. Hallelujah, hallelujah. ആ വർദ്ധനവ്, ആ നന്മ യാക്കോബേ നിനക്കെങ്ങനെ ലഭിച്ചു? 22-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 28-ൽ താൻ എടുത്ത തീരുമാനം, ദൈവമേ നീ എനിക്ക് തരുന്ന എല്ലാത്തിലും സകലത്തിലും സകല നന്മയിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞ തീരുമാനം അവനെ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. അവന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടായി. അവന്റെ അവസ്ഥകളെ മാറ്റി. ഇപ്പോഴുള്ള നിലവാരത്തിൽ നിന്നും, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും, ഇപ്പോഴുള്ള അനുഭവങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അവനെ ശക്തനാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. എനിക്ക് ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ ആഴമായ ഏതൊക്കെയോ ഉള്ളങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദാരിദ്ര്യങ്ങളും, ശാപകാരണങ്ങളായി നിൽക്കുന്നതെല്ലാം, ദശാംശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ആ ദശാംശം ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുന്നത് ശാപകാരണമാണ്. ഇപ്പം നമ്മൾ ജയിച്ചെന്ന് തോന്നിയാലും നമ്മൾ ജയിക്കില്ല. ഇപ്പം നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നിയാലും അത് നന്മയാകില്ല. കാരണം അത് നന്മയാകണമെങ്കിൽ ഈ വചനത്തിന് മാറ്റം വരണം. ആകാശവും ഭൂമിയും മാറിയാലും അവന്റെ വചനം മാറുന്നില്ല. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യത്തിൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനോഭാവത്തെ നിങ്ങൾക്ക് അവിടെ കാണാം. ആ മനോഭാവം എന്നായിരുന്നു? യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. ദാവീദ് പറയുകയാണ്, ശക്തി അങ്ങയ്ക്കുള്ളത്, മഹത്വം അങ്ങയ്ക്കുള്ളത്, മഹിമ അങ്ങയ്ക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും അങ്ങയ്ക്കുള്ളത്. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. Both riches and honor come of thee, Lord. ധനവും ബഹുമാനവും ദൈവത്തിൽ നിന്ന് വരുന്നു. പറയാമോ? ദൈവത്തിൽ നിന്നാ വരുന്നേ. സ്തോത്രം, സ്തോത്രം. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ഇത് ദാവീദിന്റെ അനുഭവം കേട്ടോ ഈ പറഞ്ഞത്. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നീയാ ദൈവമേ. കാരണം എൻ്റെ അനുഭവ. ദാവീദ് പറയുക, ഞാനൊരു ആട്ടിടയനായിരുന്നു. അപ്പനായ ഇശ്ശായിക്ക് പോലും എന്നെ താല്പര്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ എഴുതി തള്ളപ്പെട്ട ഒരു കേസ് കെട്ടായിരുന്നു. പക്ഷെ എൻ്റെ സ്വർഗത്തിലെ ദൈവം
എന്നെ അഭിഷേകം ചെയ്ത് എന്നെ ഉയർത്തി ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റി എന്നെ മാനിച്ചു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലായിരിക്കുന്നേ, ധനവും മാനവും നിന്റെ പക്കൽ നിന്നാ വരുന്നേ. ഒരുത്തനെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയാണെന്നാ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നേ. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുക കർത്താവേ, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുക കർത്താവേ. 14-ാമത്തെ വാക്യത്തിൽ നിറകണ്ണുകളോടെ, എന്നാൽ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന്, ഇങ്ങനെ മനഃപൂർവ്വമായി ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാകുവാൻ ഞാൻ ആരാണ്? എന്റെ ജനവും എന്തുള്ളൂ? അതെ, സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. ദൈവമേ, സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ, ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ദൈവമേ, എത്ര പേർക്ക് ഈ ഒരു ബോധമുണ്ട്? ഞാൻ കൊടുക്കുന്ന ദശാംശം, ഞാൻ കൊടുക്കുന്ന സാമ്പത്തിക നന്മ, ഞാൻ ഒരാളെ സഹായിക്കുന്നെങ്കിൽ ഇതൊന്നും എൻ്റേതല്ല. കർത്താവെ, നീ എനിക്ക് ആരോഗ്യം തന്നു ജോലി ചെയ്യാൻ, സമ്പത്തുണ്ടാക്കാൻ. സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ യഹോവയല്ലയോ എന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം നിന്റെ പക്കൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഞാൻ നിനക്ക് തന്നേ ഉള്ളൂ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാവോ? അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇത്ര വലിയ മനുഷ്യൻ പറയുകയാ, ഇത്ര വലിയ മനുഷ്യൻ ദാവീദ് എന്ന രാജാവ് പറയുക, ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയില്ല. കൂട്ടിവെച്ച പണവും നേടിയെടുത്തതൊക്കെ ആരനുഭവിക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര കേസുകൾ നമ്മളിന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കയ്യിലെ പണം, നമ്മൾ നേടിയെടുത്തത്, നമ്മുടെ കയ്യിലിരിക്കുന്നതൊക്കെ അതൊക്കെ ദൈവം തന്ന ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ അതിഥികളും പരദേശികളാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നൊരു ജീവിതം മറ്റുള്ളവർക്ക് നന്മയാകട്ടെ, നമ്മൾ അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളൊരു ബ്ലെസ്സിങ് ആയി തീരട്ടെ. നാം നിമിത്തം ആരെങ്കിലും ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ നിമിത്തം ആരുടെയെങ്കിലും ഒക്കെ വിശപ്പടങ്ങുന്നെങ്കിൽ വിശപ്പടങ്ങട്ടെ. ഞാൻ നിമിത്തം ആർക്കെങ്കിലും കയറിക്കിടക്കാൻ കൂരയില്ലെങ്കിൽ അവർ കയറിക്കിടന്ന് ഉറങ്ങട്ടെ. എൻ്റെ നിക്ഷേപം അതല്ലേ? എൻ്റെ നിക്ഷേപം അതല്ലേ? ഞാൻ കഴിച്ച ഏറ്റവും നല്ല ആഹാരമാണോ സ്വർഗത്തിലെ നിക്ഷേപം? ഞാൻ കിടന്ന ഏറ്റവും മനോഹരമായ കട്ടിലാണോ സ്വർഗത്തിലെ നിക്ഷേപം? ഞാൻ സഞ്ചരിച്ച വാഹനമാണോ എനിക്ക് സ്വർഗത്തിലെ നിക്ഷേപം? ഒന്നുമല്ല. കർത്താവിന്റെ നാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം ആർക്കേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ നിക്ഷേപം. ഞാൻ അബ്രഹാമിയ സന്തതിയാണ്. ഞാൻ അബ്രഹാമിയ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാണ്. എന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അവസ്ഥകളെ മാറ്റുന്നൊരു കർത്താവുണ്ട്. എൻ്റെ ദൈവം എന്നെ സ്പർശിച്ചാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. പക്ഷേ യാക്കോബിനെ പോലെ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. യഹോവയുടെ ആലയത്തിൽ ആഹാരമുണ്ടാകുവാൻ, മറ്റൊരിടത്തല്ല, നിന്റെ ആലയത്തിൽ, നീ ആരാധിക്കുന്ന ആലയത്തിൽ, നീ എവിടുന്നാണോ വചനം ഭക്ഷിക്കുന്നത് ആലയത്തിൽ ദൈവം നിനക്ക് തരുന്ന നന്മയുടെ ടൈറ്റ് നീ വിതയ്ക്കുവാൻ, ആ വിത്ത് വിതയ്ക്കുവാൻ തയ്യാറാക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും വിതയ്ക്കുന്നവന് വിത്തും ആഹാരവും കൊടുത്ത് നിന്റെ വിതയും കൊയ്ത്തിനെയും വർദ്ധിപ്പിക്കുന്ന ദൈവം, പൊലിപ്പിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, നീ എന്ത് വിതയ്ക്കുന്നോ അതിന്റെ ഇരട്ടിയായി കൊയ്തിരിക്കും.